തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണ് മലയാളത്തിൽ വ്ളോഗ് ചെയ്യുന്നതെന്ന്. അറിയാലോ, നമ്മുടെ ഓണത്തിന് പിന്നെ മലയാളത്തിലല്ലാതെ പിന്നെ ഇംഗ്ലീഷിൽ വ്ളോഗ് ചെയ്താൽ എന്ത് രസം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണാഘോഷത്തോടൊപ്പം ഞാനൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആഘോഷം തുടങ്ങുന്നത്. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂവ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവർ. നാസിലിക്ക, രാജേഷ് ഭായ്, വിഘ്നേഷ് ചേട്ടൻ, സിബി, എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ അഭ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പൂക്കളുള്ള ഒരു സ്ഥലമാണ്. സൗദി അറേബ്യയിലുള്ള മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല നമ്മുടെ അഭ. വളരെ ഭംഗിയുള്ള, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള, നല്ല ഗ്രീനായിട്ടുള്ള, അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലമാണ്. ഇതവിടെ ചെമ്പരത്തിയൊക്കെ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ലഭിച്ച പൂക്കൾ. ഇപ്പോൾ കടലാസ് പൂവുണ്ട്, അതിൻ്റെ തന്നെ ഇല കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വളരെ സുലഭമായി ലഭിക്കുന്ന നമ്മുടെ ജെറീനിയം പൂക്കളുണ്ട്. ഇതാ നമ്മുടെ ചെമ്പരത്തി പൂവ്, നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തി പൂവ്, ചെണ്ടുമല്ലിപ്പൂവ്. അത്തപ്പൂ ഇടുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് പായസം എങ്ങനെ വെക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പായസപ്പരിപ്പ് മേടിച്ചിട്ട് നന്നായിട്ട് കഴുകി അത് ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നെയ്യിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവും. അത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഓവറായിട്ട് അത് കരിയുന്ന രീതിയിലൊന്നും വറുത്തെടുക്കരുത്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും മാറും. ഇതാ കണ്ടോ, ഇതുപോലെ നല്ല കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. നെയ്യ് കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഏകദേശം 2 ടീസ്പൂൺ നെയ്യൊക്കെ മതിയാവും. ഇതാ കണ്ടോ, ചിലതൊക്കെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ശരിക്കുള്ള അതിൻ്റെ ഒരു പാകം. ഇതാ ഈ ഒരു കളറാകുമ്പോൾ നിർത്താം. അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ, കര കര കരരാന്നും പറഞ്ഞിട്ട്, അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് 3-ാം പാൽ, തേങ്ങയുടെ 3-ാം പാലിൽ ഞാൻ ഏകദേശം ഒരു 2 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3-ാം പാലെടുത്തിട്ട് ഈ പരിപ്പ് അതിലോട്ട് തട്ടി ഏകദേശം ഒരു 5 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചു. നല്ല രീതിയിൽ വെന്തുടയണം. ഇനി ഇതാ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ. ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ തരിയായിട്ടുള്ള ഒരു പരിവാണ് ഇഷ്ടം. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ശർക്കര പാനീയം ആക്കിയിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. വളരെ എളുപ്പമാണ് നമ്മുടെ പരിപ്പ് പായസം വെക്കാൻ. ആകെ കൂടി ആ തേങ്ങ ചിരവേണ്ട ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി ഒരു മെനക്കെട്ടൊരു കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് 1-ാം പാലും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇത് കണ്ടോ, ചെറുതായിട്ട് തരി ഉണ്ട്. പക്ഷെ അത് കടിക്കുമ്പോൾ ഒരു രസമാണ്. അതിഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായി ഒന്ന് വറുത്ത് ഇതിലോട്ട് ആഡ് ചെയ്തു. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പായസം റെഡി. ഇനി അടുത്തതായിട്ട് നമ്മുടെ പൂക്കളത്തിലോട്ട് കിടക്കാം. അപ്പോൾ അവിടെ ബാക്കിൽ സിബിയും രാജേഷ് ചേട്ടനും കൂടിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് എനിക്ക് പൂക്കളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്തത്. എങ്ങനെയുണ്ട് നമ്മുടെ കളർ കോമ്പിനേഷൻ? ഉള്ള പൂക്കളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കളം ഉണ്ടാക്കി. ഫോണിൽ ഞാൻ സംസാരിക്കുന്നത് റീനയോടാണ്, രാജേഷേട്ടൻ്റെ വൈഫ്. ഓണാശംസ പറയാൻ വിളിച്ചതാണ് റീന. പക്ഷെ നാട്ടിൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല റീനയ്ക്ക്. അങ്ങനെ ഓണപ്പൂക്കളം റെഡിയായി. അപ്പോൾ എല്ലാവരുടെയും ഒരു ഹെൽപ്പ് കൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൂക്കളം തയ്യാറായി. ഞാനും ചെറിയ ചമ്മലോട് കൂടിയിട്ട് ആദ്യമായിട്ടാണ് മുണ്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചമ്മലുണ്ട് ആൾക്ക്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി
എല്ലാവരും ഇപ്പോൾ ഓണക്കോടിയൊക്കെ ഉടുത്ത് സുന്ദരന്മാരായിട്ട് വന്നിട്ടുണ്ട്. ഹാപ്പി ഓണം എഴുതാൻ വേണ്ടിയിട്ട് അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ പെട്ടെന്ന് തീർക്കുകയാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ പരിപാടികൾ. അങ്ങനെ ഏകദേശം നമ്മുടെ പൂക്കളമൊക്കെ നല്ല രീതിയിൽ ഒത്തു വന്നു. ഇതാണ് നമ്മുടെ പൂക്കളം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഫോട്ടോഷൂട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ ഓണസദ്യയിലോട്ട് നമ്മൾ കിടന്നു. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ മാത്രം പ്രയത്നമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമാണ്. ഏകദേശം 32 കൂട്ടം വിഭവങ്ങളുണ്ടായിരുന്നു. ഉപ്പ്, ശർക്കര വരട്ടി, കായ വറുത്തത്, പഴം, ഉണക്കമുളക്, പപ്പടം, പുളിയിഞ്ചി, മാങ്ങാച്ചാറ്, വെജിറ്റബിൾ അച്ചാറ്, ബീൻസ് തോരൻ, വെള്ളരിക്ക പച്ചടി, പിന്നെ കോവയ്ക്ക ഉപ്പേരി, ചീര ഉപ്പേരി, ക്യാരറ്റ് തോരൻ, അവിയൽ, മത്തങ്ങ എലിശ്ശേരി, ചെറുപയർ തോരൻ, കടലക്കറി, ചമ്മന്തി, പപ്പായ തോരൻ, കാളൻ, ചോറ്, പരിപ്പ്, നെയ്യ്, സാമ്പാർ, രസം, പിന്നെ 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് തന്നെ തയ്യാറാക്കി. ഒറ്റക്കിരുന്ന് കഴിക്കുന്ന വീഡിയോ ഒരാളുടെ കഴിഞ്ഞ് വിഘ്നേഷേട്ട എങ്ങനെയുണ്ട്? ഏതാ ബെസ്റ്റ്? ആദ്യം ഇട്ട പരിപ്പ് അതൊക്കെ നല്ല വിശപ്പിന് അതല്ലേ ഫസ്റ്റ് കഴിച്ചത്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞ് ഓണാഘോഷം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. പിന്നെ മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി.